സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഡോക്ടർ ആനന്ദ്. ഹോമിയോപ്പതിക് മെഡിസിൻസ് ഏതൊക്കെ ഫോംസിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് പല രീതിയിലുണ്ട്. നമുക്ക് അറിയാം, കുപ്പിയിലായിട്ട് വരുന്നതായിട്ട്, പിൽസ് ആയിട്ട് ഫോം ആയിട്ട് വരുന്നതാണ്. അതിന് പ്രധാനമായിട്ട് അറിയാവുന്ന വേറെ ചില ഫോംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഏവർക്കും ആദ്യമായി എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബേസിക് ആയിട്ട് വരുന്ന ചില രീതിയാണ്. അതായത് നമുക്ക് ഈ പിൽസ് എന്നുള്ള ഫോമില് നമുക്ക് വരാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് പൊട്ടൻസീസിലൊക്കെ നമുക്ക് സാധാരണയായിട്ട് വരാറുണ്ട്. അല്ലാതെ ടിഞ്ചർ ഫോം ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയാനുണ്ടെങ്കിൽ അപ്പൊ ഈ ഫോമിലൊക്കെ നമുക്ക് പല രീതിയിൽ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് അതിന്റെ ഒരു റിപ്പറ്റീഷൻ വരുന്നതെന്നൊക്കെ ഉള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ ഈ ഒരു ഡൈല്യൂഷൻ പൊട്ടൻഷ്യലുള്ള മെഡിസിൻസ് നമ്മൾ പിൽസ് ഫോമിലാണ് ഡിസ്പെൻസ് ചെയ്യാറുള്ളത്. അതെങ്ങനെ പറയുന്നത് വെച്ചാൽ, ഹോമിയോപ്പതിക് തിയറം അനുസരിച്ച് ഇതിനകത്ത് വളരെ ചെറിയൊരു പൊട്ടൻസി മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഡോസേജ് മാത്രം നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ തന്നെ വളരെ വലിയ ആക്ഷൻസ് ഉണ്ടാകും എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇതിനകത്തെ ആ ഒരു എമൗണ്ടിലല്ല ആക്ച്വലി കാര്യം. ഓക്കെ, അതൊരു മെഡിസിൻ ആക്യുറേറ്റ് ആകുമ്പോൾ, ഇപ്പൊ ഈ ഒരു മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ആവുന്ന സമയത്താണ് അതിന് ആ ഒരു ഡിസീസ്, നമ്മുടെ ഒരു ഇഷ്യൂ, നമ്മുടെ ഒരു ഇൽനെസ്സിനെ ക്യൂർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി 100% എന്നുള്ള രീതിക്ക് വരുന്നത്. നമ്മൾ ഹോമിയോപ്പതിയിൽ ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഒരിക്കലും സപ്രഷൻ എന്നുള്ള രീതിക്കല്ല. നമ്മുടെ ശരീരത്തിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കാണ്, നമുക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ അതിനെ ക്യൂർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഈവൻ എന്താണെങ്കിലും, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഇപ്പൊ ഡയബറ്റീസ് പോലൊരു ഇഷ്യൂ ആണ്, ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആണ്, തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആണ്, എന്ത് ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഇന്റേണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ബോഡിക്ക് ഇൻഫർമേഷൻ കൊടുക്കാണ്. ഓക്കെ, ഇന്നതൊക്കെ ആയിട്ടുള്ള പ്രസന്റേഷൻ ആണ് നമുക്കുള്ളത്, ഇന്നതായിട്ടുള്ള രീതിയിൽ നമ്മുടെ ശരീരം റിയാക്ട് ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു ഫ്രീക്വൻസി പാസ് ഓൺ ചെയ്യുകയാണ് സാധാരണ ശരി. അപ്പൊ അതിലൂടെ നമ്മുടെ ശരീരത്തിനെ കൊണ്ട് തന്നെ നമ്മുടെ ഇഷ്യൂസ്, നമ്മുടെ ഒരു അസുഖം മാറ്റുക എന്നുള്ളതാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ മെയിനായിട്ട് വിഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പല ഫോംസ് ഓഫ് മെഡിസിൻ ഉണ്ട്. ഇപ്പം ഡൈല്യൂഷൻ ഫോം, ഞാൻ നേരത്തെ കാണിച്ച പോലെ ഡൈല്യൂഷൻ തന്നെ പല ഡൈല്യൂഷൻ പൊട്ടൻസി ഉണ്ട്. 30 പൊട്ടൻസി, 200 പൊട്ടൻസി, 60 പൊട്ടൻസി, 1M പൊട്ടൻസി, 10M, LM, CM, അതുപോലത്തെ ഉള്ള പൊട്ടൻസീസ് ഉണ്ട്. അതാണ് നമുക്ക് ഈ ലിക്വിഡ് ഫോമിലായിട്ട് അവൈലബിൾ ആകുന്നത്. ഓക്കെ, ഇത് പ്രിസർവ് ചെയ്യുന്നത് ആൽക്കഹോളാണ്, ആൽക്കഹോൾ ബേസ്ഡ് ആണ്. കാരണം ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര വർഷം വേണമെങ്കിലും അതിനകത്ത് ഇഷ്യൂസ് ഇല്ലാതെ. പക്ഷെ അതിനകത്ത് ഒരു ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രൂഡായിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും. ഓക്കെ, ക്രൂഡായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ആക്ഷൻ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിൽസ് ഫോമിൽ എടുക്കുന്നത്. പിൽസ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ മെഡിസിൻ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ അവൈലബിൾ ആയിട്ട് ആകുന്ന ഒരു ഫോമാണ് പിൽസ് എന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനെ അവൈലബിൾ ആകാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പിൽസ് എന്നുള്ള ഫോമിൽ തന്നെ മാനുഫാക്ചർഡ് ആയിട്ട്, ഇപ്പം എക്സാമ്പിൾ പറയാനുണ്ടെങ്കിൽ ബോറോൺ അല്ലെങ്കിൽ ഫോർട്സ് പോലുള്ള കമ്പനീസ് അങ്ങനെ ഇറക്കുന്നുണ്ട്. അപ്പൊ ഓവറലായിട്ട് ആ ഒരു മെഡിസിൻ ഇന്റേണലായിട്ട് കഴിക്കുന്ന ഒരു കോൺസെപ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പൊട്ടൻസി നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നത് നമ്മൾ പിൽസ് ഫോമിൽ കഴിക്കുന്നത്. ഇപ്പൊ ഹോമിയോപ്പതിയുടെ ഏറ്റവും ബേസിക് ആയിട്ടൊരു ബുക്ക് ഉള്ളതാണ് ഓർഗനോൺ. അതിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ സ്ഥാപകനായ ഡോക്ടർ സാമുവൽ ഹനിമാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഓർഗനോൺ. അതിന് പല എഡിഷനും പതിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്, അതിന്റെ തർജ്ജമയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഓർഗനോൺ ഓഫ് മെഡിസിനിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പിൽസ് ഫോമിൽ ഡിസ്പെൻസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റേഡിയോനെ ട്യൂൺ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കും. ഓക്കെ, അതിന്റെ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് നമുക്ക് മാക്സിമം എഫക്ട് കിട്ടുന്നത്. അതിനെക്കാട്ടി കുറഞ്ഞ ഇപ്പൊ 93.5 FM വേണമെന്നുണ്ടെങ്കിൽ 90 ട്യൂൺ ചെയ്തിട്ടും കാര്യമില്ല, 93.8 പോയിട്ടും കാര്യമില്ല, അതിനകത്ത് എഫക്ട് കുറയും. അപ്പോൾ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി കിട്ടുമ്പോഴാണ് അത് മാക്സിമം ആയിട്ടുള്ള എഫക്ട്. ഓക്കെ, മാക്സിമം ആയിട്ടുള്ള ക്ലാരിറ്റി ഒച്ചയിൽ കേൾക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ തന്നെ മാക്സിമം ആയിട്ട് അതിനകത്തൊരു എഫക്ട് കിട്ടുന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ കറക്റ്റ് ഫ്രീക്വൻസി റിപ്പറ്റേഷൻ കഴിക്കുമ്പോഴാണ്. ഇത് മറ്റൊരു മെഡിസിൻ കഴിക്കുമ്പോൾ അല്ല. ഓക്കെ, ഇതിനകത്ത് സിംറ്റമാറ്റിക് സിമിലാരിറ്റി ആയിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോഴാണ് മാക്സിമം അതിനകത്ത് എഫക്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ് പോലൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ചില മെഡിസിൻസ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്രീക്വൻസി നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ആകും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ശരീരം ഡിറ്റീറിയറേറ്റ് ആകാതിരിക്കാനായിട്ട് നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഹെൽത്ത്
മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഹോമിയോപ്പതിക് മെഡിസിൻസ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ബാക്കിയുള്ള സിസ്റ്റംസ്, ഇപ്പം യോഗ ഉള്ളൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സസൈസ് നാച്ചുറൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡയറ്റിലുള്ള റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ, നല്ല ഭക്ഷണം കഴിക്കുക, ഓക്കെ, കാര്യങ്ങൾ എക്സസൈസ് ചെയ്യുക, മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ്, ഇതെല്ലാത്തിന്റെ ഒരു സറൗണ്ടിങ് വരുമ്പോഴാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള വെൽബീങ്. മെഡിസിൻസ് മാത്രം ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് തീർച്ചയായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ മുന്നോട്ട് വരുമ്പോഴാണ് അതിനകത്ത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു എഫക്റ്റ് വരുന്നത്. തീർച്ചയായും ഹോമിയോപ്പതിക് മെഡിസിൻസ് കൊണ്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ മെഡിസിൻസ് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡയലൂഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അതുതന്നെ പല പൊട്ടൻഷ്യൽ ഉണ്ട്, 30 CH, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 1 വരെ ഉള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ നമുക്കുള്ള ടിഞ്ചർ പൊട്ടൻഷ്യൽ, ഏറ്റവും ക്രൂഡായിട്ടുള്ള ഒരു ഫോമാണ് ടിഞ്ചർ പൊട്ടൻഷ്യൽ. നമ്മൾ എല്ലാ സിറ്റുവേഷനും കൊടുക്കാറില്ല, അപ്പോഴും ചില കേസുകളിൽ ഇപ്പം നമുക്ക് കൊടുക്കേണ്ട ചില സാഹചര്യം വരാണ്, BP-യുടെ അതുപോലെ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ വേറെ ചില സിറ്റുവേഷനിൽ എക്സ്റ്റേണൽ ആയിട്ട് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിക്ക് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാറുണ്ട്. അത് തന്നെ പല മടങ്ങ് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കുക. പിന്നെ ചില ഡ്രോപ്സ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, പല മെഡിസിൻസ് ഒരുമിച്ച് ചേർത്തിട്ട് ഇന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് കൊടുക്കുന്ന ചില കമ്പനികളുണ്ട്. ഓക്കെ, കമ്പനി തന്നെ അങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. പിന്നെ ചില പേറ്റന്റുകളുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഫ്ലക്ച്വേഷൻ പൊട്ടൻഷ്യൽ ലൈക്ക് ടാബ്ലറ്റ്സ് പോലെ അവൈലബിൾ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന. പിന്നെ ബയോകെമിക്സും അവൈലബിൾ ആണ്. അത് പല പൊട്ടൻഷ്യൽ 3x അല്ലെങ്കിൽ 6x പൊട്ടൻഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള ബയോകെമിക് എന്നുള്ളത്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെറാപ്പോസിക്സ്, കാൽക്കേരിയോസിക്സ് അതുപോലത്തുള്ള മെഡിസിൻ. അപ്പൊ ഇതായിരുന്നു ഹോമിയോപ്പതിയിലെ പല തരത്തിലുള്ള മെഡിസിൻ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പല രീതിയിൽ നമുക്ക് കൺസ്യൂം ചെയ്യാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന ചില ഇഞ്ചേഴ്സ് ഉണ്ട്, ഓയിൽമെന്റ്സ് ഉണ്ട്. ഇപ്പം വന്ന് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന, ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പല കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ടൂത്ത് പേസ്റ്റ് നോക്കുകയാണെങ്കിൽ അതുണ്ട്, സോപ്പ് നോക്കുകയാണെങ്കിൽ അതുണ്ട്, ഹെയർ ഡൈ നോക്കുകയാണെങ്കിൽ അതുണ്ട്. അപ്പൊ ഇതിലെല്ലാം അഡീഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഹോമിയോപ്പതിക് മെഡിസിനൽ ആയിട്ടുള്ള വരുന്ന പല സാധനങ്ങളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ആഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേ കോസ്റ്റ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം റേറ്റ് ആണ്, ഒരുപക്ഷെ അതിനെക്കാട്ടി കുറഞ്ഞാലേ ഉള്ളൂ. പക്ഷെ നമുക്ക് കൂടുതലായിട്ട് ആഡഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പൊ ഇതൊക്കെ തന്നെയായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് കാരണം തീർച്ചയായും നിങ്ങൾ താഴെ കമന്റ് സെക്ഷൻ മെൻഷൻ എത്ര മണിക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ ഏതൊക്കെ ഫോംസിലാണ് വരുന്നതുള്ള ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള അവയർനെസ്സിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം പോലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാതെ എനിക്ക് എപ്പോഴും ഒരു പ്രചോദനം വരും ഇനി ഇതുപോലെ ഇൻഫർമേഷൻ വരുന്ന വീഡിയോസ് കൊണ്ടുവരാൻ വേണ്ടി. സോ ഇവർക്ക് നല്ലൊരു ക്ഷമ. നമസ്കാരം, താങ്ക് യു.